ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കാം. ഇന്ന് 8/8/25 കേട്ടോ. അപ്പോൾ കഥയിൽ നമ്മുടെ ആദർശ് നയനയും കൂടി പിന്നെ അനിയനെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, നീ ഇങ്ങനെ നന്ദുവിൻ്റെ പിറകെ നടക്കരുത്, നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് അറിയോ, എന്തൊക്കെയായാലും അനാമിക നിൻ്റെ ഭാര്യയല്ലേ, നീ അവളെ നോക്കുക, അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നീ എന്തിനാണ് നന്ദുവിൻ്റെ കൂടെ പിന്നെ നടക്കുന്നത്. നന്ദു വീണ്ടും ഞങ്ങളെ വിളിച്ച് പരാതി പറഞ്ഞു പറയും. അപ്പോൾ അനിയടുത്ത് ഒഴിക്കറിയും, ഇത് പറയാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്, ഇത് പറയാനായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണേ. നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുക, കാരണം എനിക്കല്ലേ ജീവിതമല്ലാതെ പോയത്, ഏട്ടനും ഏട്ടത്തിയൊക്കെ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ എൻ്റെ ഈ ജീവിതമല്ലാതൊക്കെയത് ഞാൻ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് കാരണം. അല്ലെങ്കിൽ നന്ദുവിനെ എനിക്ക് കല്യാണം കഴിച്ച് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഒരുത്തിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതോടുകൂടി എൻ്റെ കാര്യം കഴിഞ്ഞു. ഒന്ന് സന്തോഷമായിട്ട് ഇരുന്നിട്ട് എത്ര കാലമായി എന്നറിയോ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞതോടുകൂടി അതില്ലാണ്ടായി. നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കും, നിങ്ങളൊക്കെ തന്നെയല്ലേ, ഞാൻ സ്നേഹിക്കുന്നവർ തന്നെയാണ് എന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു സങ്കടകടലിൽ കൊണ്ട് നിർത്തിയത് എന്നൊക്കെ പറയാണ്. ആദർശനോ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ പറയടാ, അതൊക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ കഴിഞ്ഞു പോയി, ഇനിയത്തെ കാര്യങ്ങൾ ഇനിയും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്ദുവിൻ്റെ കൂടെ തന്നെ നന്ദുവിൻ്റെ പിറകെ നടക്കും, അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അനി അവിടെ നിന്നിട്ടോ. ആ പോക്ക് പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോഴേക്കും നന്ദു എവിടെയോ പോയിട്ട് വണ്ടിയിൽ തിരിച്ചു വരുന്ന സമയത്ത് ആണ് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നന്ദുവിനെ പെട്ടെന്ന് ആളെ മനസ്സിലായി, കാരണം ഹെൽമെറ്റ് മൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമസ്കാരം എന്നിങ്ങനെ പറയുകയാണേ അനി. അപ്പോൾ പറയും, എടാ ഹെൽമെറ്റ് എടുക്കണമെന്ന് പറയും. ഹെൽമെറ്റ് എടുക്കുമ്പോൾ അനിയാണ്. അപ്പോൾ പോലീസുകാർ ചിരിച്ചിട്ടാണ്ട് വരും, കാരണം പോലീസുകാർക്കൊക്കെ അറിയുമ്പം പിന്നാലെ നടക്കുന്നത് അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവരെ ഒക്കെ കൂടെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പറയും, നീ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ അനി പിന്നാലെ നടക്കുന്നത്? ഇതാ ഒരു കാര്യം ഞാൻ പറയും, എനിക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ ഇനി കുറച്ച് പേടിയും ബഹുമാനമൊക്കെ ഉണ്ട്, അത് നീയായിട്ടില്ല, അത് പിന്നെ ഇല്ലാണ്ടാക്കരുത് അറിയും. അപ്പോൾ പറയും, നീ എന്തിനാ എന്നെ പറ്റിയിട്ട് ആദർശേട്ടനോടും നയനടുത്തിയോടൊക്കെ പറഞ്ഞത്, അവരെന്നെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞതേ ഉള്ളൂ, നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞൂടെ എന്ന് നോക്കി പറയും. നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ അത് ശ്രദ്ധിക്കുന്നില്ല, പിന്നെ ദൈവത്തെ ഓർത്ത് നീ എൻ്റെ എല്ലാ വേലയും കൂടെ കളയരുത് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ പറയും, അല്ല നീ ഇനിയിപ്പോൾ എവിടേക്ക് സ്റ്റേഷനിൽ ഇവിടെ നിന്നല്ല, ഇനി വേറെ എവിടെ മാറിപ്പോയാലും ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കിടന്ന് വന്നിട്ട് നന്ദു പിന്നെ പറയും, കുറച്ച് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നീ എൻ്റെ പിറകെ നടന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പോവുക. അപ്പോഴേക്കും പോലീസുകാരും ഒക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യണം. ഇത് അനന്തപുരിയിലെ പയ്യനാണ്, ബന്ധുക്കാരനുമാണ്, പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല, അതാണ് ഇപ്പോൾ പ്രശ്നം, ചെയ്ത് കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവില്ലേ, അതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു വരും. നന്ദു ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അകത്തേക്ക് റൂമിലേക്ക്, ഓഫീസ് റൂമിലേക്ക് കയറി പോവുകയും ചെയ്യാൻ കേട്ടോ. അപ്പോൾ പറയും, ഇതിപ്പോൾ എന്താ ചെയ്യുക, അപ്പോഴും അനി അവിടെ തന്നെ നിൽക്കുകയാണ്, കാരണം നന്ദു പോയ വഴി നോക്കി ഇങ്ങനെ നന്ദു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും എങ്ങനെയാണ് ഇപ്പോൾ കിടപ്പ് പക്ഷെ എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് സീനിയറായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുണ്ട്, SI ആണ് തോന്നുന്നു, SI ആണോ ഒന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ മാഡം എന്നിട്ട് ചെല്ലുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കും, അല്ല ആ അനന്തപുരിയിൽ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്, അതിനെന്താ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കും. അല്ല നമുക്കത് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കേണ്ട വയ്ക്കുമ്പോൾ നിങ്ങളാരും അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ജോലി ചെയ്യാമല്ലേ, അത് പോയി ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് സല്യൂട്ട് അടിച്ച് തിരിച്ച് പോരുകയാണ് കേട്ടോ. വെറുതെ കൊടുത്തോ കിട്ടിയോ വെച്ചോ ഇല്ല ചോദിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമില്ല, അവരവരുടെ ഇതിനനുസരിച്ച് ജീവിച്ചാൽ പോരെ. അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഈ ഓഫീസർ തന്നെ വന്നിട്ട് പറയും, സാർ ആ വേണുവിൻ്റെയും മോളുടെയും ഭാര്യയുടെയും ടെലിഫോൺ നമ്പർ എടുക്കാൻ വേണ്ടി പറയുന്നതാണിത് പറയും. അപ്പോൾ ചിലപ്പോൾ ഇതിന്ന് കുറച്ച് വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്പർ സെലക്ട് ചെയ്യണം, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ ഒന്ന് പോകേണ്ടി വരും എന്ന് പറയും. അപ്പോൾ അവർ അന്ന് മാഡം ചാർജ് എടുക്കണമെന്ന് അവരല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്, ആരോ തല്ലിയെന്നും പറഞ്ഞിട്ട് അത് പിന്നെ അവർ കേസ് പിൻവലിച്ച് പോയല്ലോ എന്ന് പറയും. അപ്പോൾ അവർ ശരിയല്ല അല്ലേ എന്ന് പറയും. അപ്പോൾ അവർ ശരിയാണോ അല്ലേ എന്ന് അന്വേഷിക്കണമല്ലോ നമുക്കെന്ന് പറയുകയാണ്. അപ്പോൾ പറയും, ഞാൻ പറയാം, നമുക്ക് ഇതിലെ അർജൻറ്റായിട്ടുള്ള കോൾ ലിസ്റ്റിൽ ആ നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പറിലൊന്ന് ട്രേസ് ചെയ്യേണ്ട ആവശ്യം വരും, ഞാൻ പറയാമെന്നറിയും. ശരി മേഡം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ തപ്പി പിടിച്ച് ചെല്ലുന്നത് ഈ വേണുവിന് പൈസ കൊടുത്തിട്ടുള്ള പിന്നെ ഒരാളാണ്. അയാളാണ് ഈ നെക്ലസ് വാങ്ങിയത് വേണുവിൻ്റെ കയ്യിൽ നിന്ന്. അയാൾ പിടിക്കാൻ, അയാൾ പറയുന്നത് ഷൺമുഖൻ എന്നോ എന്തോ ആണ്.
അങ്ങനെ ജീപ്പ് എടുത്തിട്ട് അവിടെ പോവാണ് അയാളപ്പോൾ മറ്റേ എന്താണ് ഒരു ഫൈനാൻസ് ആണ് അയാൾ, പൈസ ഇങ്ങനെ കടം കൊടുക്കലും ഒക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവള് നന്ദു ചിലപ്പോൾ സാറ് മാഡം എന്താ എവിടെയെന്ന് ചോദിക്കുക, പറയും ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി എന്ന് പറയും. എന്തിനാ മാഡം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ മര്യാദയ്ക്ക് നടത്തുന്ന ഒരു സ്ഥാപനമാണത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിയും തെറ്റും ശരിയും ചെയ്തു എന്നുള്ളതല്ല, താൻ എൻ്റെ കൂടെ ഒന്ന് വരണം, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ട അറിയും. അത് ഇവിടെ ഇരുന്ന് ചോദിച്ചാൽ പോരായിരുന്നു, പറ്റില്ല, പൈസക്കാർക്കും പാവപ്പെട്ടവർക്കും 2 നിയമം വേണ്ട, ഒരു നിയമം മതി എന്നറിയും. അപ്പോൾ മാഡം ആ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും എനിക്ക് നല്ല പരിചയമാണ് പറയും. അപ്പോൾ നന്ദു എടുത്ത വഴിക്ക് അറിയും, എനിക്കങ്ങനെ ആരെയും പരിചയമില്ല, എനിക്ക് പരിചയപ്പെടും വേണ്ട, താൻ വന്ന് വണ്ടി കയറാൻ അറിയും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ പറ്റില്ല, തനിക്ക് എന്താ പോലീസ് വണ്ടിയിൽ കയറിക്കൂടെ, കയറാമെന്ന് അറിയും. അങ്ങനെ വിളിച്ചും കൊണ്ട് പോവുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് ആ നെക്ലസിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നെക്ലസ് എങ്ങനെയാണ് തൻ്റെ കയ്യിൽ കിട്ടിയതെന്നറിയും. അത് അവർ എനിക്ക് തന്നതാണ്, പക്ഷേ അതെന്താ വെച്ചാൽ ആ സ്വർണം വേണു പൈസയ്ക്ക് പകരമാണ് എനിക്ക് ആ നെക്ലസ് തന്നത് അറിയും. അത് ഗിഫ്റ്റ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. സംഭവം ശരി തന്നെയാണ്, ഗിഫ്റ്റ് കൊടുത്തു തന്നെയാണ് എന്ത് പറയും, ഗിഫ്റ്റ് കൊടുത്തു തന്നെ. പക്ഷേ അവരത് മിസ്സായിരുന്നു, പിന്നെ എന്താണ് കളവ് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ആ കളവ് മുതൽ തൻ്റെ കയ്യിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണെന്നറിയാം. അപ്പോൾ അയാളിങ്ങനെ മിണ്ടാണ്ടിക്കുന്നത് തല അറിയും. തലേന്നും ചൊറിയണ്ട, തൻ്റെ തല ചൊറിച്ചിൽ കണ്ടാലറിയാം തൻ്റെ കയ്യിലെ സാധനം ഉണ്ട് എന്നുള്ളത്. അത് മാഡം എനിക്ക് ഒരു തരാനുള്ള പൈസയ്ക്ക് അത് തന്നതാണ്. എന്തായാലും അത് കളവ് മുതലല്ലേ, താനത് തിരിച്ചു തന്നേക്ക്. അതിൻ്റെ മുകളിൽ കുറേ പ്രശ്നം, അനന്തപുരിയിൽ പിടിച്ച് കുലുക്കിയ സംഭവമാണത്. അതിൻ്റെ മുകളിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ തൻ്റെ കൂടെ ഒരു കോൺസ്റ്റബിളിനെ വിടാം, താനെ ഒരു പോലീസുകാരനെ വിടാം, താൻ ആ മുതൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയെന്ന് പറയും. തൻ്റെ ലോക്കറിൽ ഇരിക്കുന്നതല്ലേ പറഞ്ഞത്, അതെടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തയക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മാഡം അത് പിന്നെ അതൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയാണ് ഇത് വന്നത് ഏതാന്നൊക്കെ അന്വേഷിക്കുക. അപ്പോൾ ഇയാളാണ് തനി ഫ്രോഡാണ് വേണു, അത് അറിയാം, ആദ്യം ഇവർക്കൊക്കെ കുറേ അറിയായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണുവിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളുടെ നന്ദു. അപ്പോൾ ഇവിടെ രേവതി അവിടെ ഉമ്മറൊക്കെ അടിച്ചു വരുന്ന സമയത്താണ് പോലീസ് ജീപ്പ് പോയി നിൽക്കുന്നത്. അപ്പോൾ വേഗം രേവതി ചൂലോടെ മാറ്റിയിട്ടിട്ട് നന്ദുവാണ് ഇറങ്ങിച്ചെല്ലുക. അപ്പോൾ പറയും, എന്താ മോളെ എന്ന് പറയും. മോളോ, ആരുടെ മോളെ എന്ന് ചോദിക്കും നന്ദു. അപ്പോൾ അല്ല മാഡം എന്ന് പറയും. ഇവിടെ വേണുമില്ലേക്കും. അപ്പോൾ എനിക്ക് വരും, മോളോ വയ്ക്കും. അല്ല മാഡം, എന്താ മാഡം എന്ന് പറയും. തന്നെ എൻ്റെ കൂടെ സ്റ്റേഷനിലൊന്ന് വരണമെന്ന് പറയും. അപ്പോൾ പറയും, എന്തിനാ മാഡം, അല്ല മോളെ എന്ന് വയ്ക്കുമ്പോൾ, അല്ല പിന്നെ പറയും മാഡം എന്നറിയും. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോൾ താൻ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് നിൽക്കടോ എന്നറിയും. അപ്പോൾ പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അറിയും. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇപ്പോൾ ഇവിടെ സംസാരം, താൻ വന്നേ എൻ്റെ കൂടെ അറിയും. അല്ല അത് പിന്നെ അന്ന് ഇത് പോയല്ലോ, നെക്ലസ് പോയതിൻ്റെ അതിൻ്റെയാണ് സംഭവം. അതിൽ പറയും, എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ തീർക്കരുത്, എന്നെ കുറച്ച് ആൾക്കാർ ഒരു പ്രാവശ്യം വീട് കയറി തല്ലേൻ്റെ കംപ്ലൈൻറ്റൊക്കെ ഞാൻ പിൻവലിച്ചതല്ലേ, പിന്നെ എന്തിനാണ് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് അറിയും. അപ്പോൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വന്നാൽ പോരെ നോക്കിയാണ് വേണു. അതെന്താ പോലീസ് വണ്ടിയിൽ വന്നാൽ പോരെ, വണ്ടി കയറടോ, ഏതായാലും തൻ്റെ അയൽവക്കക്കാരും തന്നെ കാണുന്നില്ല, വണ്ടി കയറി. അങ്ങനെ എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയോട് യാത്ര പറഞ്ഞ് വണ്ടി കയറുകയാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആദർശും നയനയും ഉണ്ട് അവിടെ, ആദർശും നയനയും വരുന്നുണ്ട്. അപ്പോൾ പറയും, എനിക്കിപ്പോൾ എന്താണ് ഈ കേസ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്നില്ല, ഈ മുതൽ ആരെ കയ്യിലാണ് എത്തിയത്, ആരാണത് വിറ്റത്, എങ്ങനെയാണ് അത് പോയത് എന്നുള്ളൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അതറിയുകയും ചെയ്തു. കാരണം അതിൻ്റെ പേരിൽ എൻ്റെ ചേച്ചിമാരും അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് വിഷമിച്ചതാണ്. അതുകൊണ്ട് അതെന്താണ് ഏതാണെന്നൊന്ന് അറിഞ്ഞാൽ മതി, വേറൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആദർശും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയും കൂടെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സംഭവം കയ്യിൽ കിട്ടി, അങ്ങനെ നെക്ലസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറയും, പിന്നെ എന്താണ് ആദർശം എടുത്ത വഴിക്കും അറിയും ഇപ്പോൾ അനാമികയുടെ കാര്യം അവർ ഗജ്ജ ഫ്രോഡുകളാണ്. കാരണം അച്ഛനും അമ്മയും മകളും കണക്കാണ്. അപ്പോൾ പറയും, ഇതിന് നിങ്ങളെ കണ്ടാളെ തന്നെ ഞാൻ കുറ്റം പറയാറിയണം ആദർശ്. അപ്പോൾ നയനയും നന്ദു മുഖത്തോട് മുഖം നോക്കുക. അപ്പോൾ പറയും, ഒന്നുമല്ല, അവളെപ്പോലെ ഒരു ഫ്രോഡ് പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റാൻ നിങ്ങളും കൂടെ കൂട്ടി നിന്നതല്ലേ, അന്ന് അതിൻ്റെ കല്യാണത്തലേന്ന് ഞാൻ എങ്ങനെയെങ്കിലും കല്യാണം മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരും അതിന് സമ്മതിച്ചില്ല. അപ്പോൾ പറഞ്ഞു, നിനക്ക് സമ്മതമല്ല, നീ ഇപ്പോൾ എന്തായി, എന്നിട്ട് നീ പറയുന്ന ആളും ആത്മഹത്യ ചെയ്യാൻ പോയതല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ കേട്ടോ. അതിനൊന്നും രണ്ടാൾക്കും മിണ്ടാട്ടല്ലാണ്ടിരിക്കുക. അപ്പോൾ പറയും, അവർ നമ്മൾ വിചാരിച്ച പോലെ
നല്ല മഹാ ഫ്രോഡുകളാണ്, പണം അത്രയും കടത്തിലാണ്, ഒരു കടത്തിൽ മുങ്ങി ആറാടി നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ഇനി ചെയ്യുക, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നറിയും. അപ്പോൾ അനിയൻ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല, അവൻ പറയുന്നതും കുറേ ശരി തന്നെയാണെന്നൊക്കെ അങ്ങനെ പറയും. ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനന്തപുരിയിൽ അങ്ങനെ തിളച്ച് മറിയാണ് അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ കാരണം എന്താണ് അവൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരുന്നതാണ്, എൻ്റെ അച്ഛനെ പിടിച്ചും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവൾ ദേഷ്യം തീർക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തുള്ളി കളിക്കുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോൾ തുള്ളിക്കളിച്ച് ദേഷ്യം വന്നിട്ട് കേട്ടോ. അപ്പോൾ അനിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് പിന്നെ അവിടെ എന്താണ് അനിയുടെ അച്ഛനും അമ്മയും പിന്നെ ജലജയും ദേവയാനിയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ കടന്നിൽ തുള്ളുന്നത്. അപ്പോൾ പറയും ഒരു പ്രാവശ്യം അവൾ 1-2 പ്രാവശ്യം അവളും അവളുടെ കൂട്ടുകാരും കൂടെ എൻ്റെ വീട്ടിൽ കയറി അച്ഛനെ തല്ലി എന്നിട്ടും അതിനാരും ഇവിടുന്ന് ചോദിക്കാനോ ഒന്നും ചെന്നില്ല. അപ്പോൾ ജാനകി ഇങ്ങനെ പറയുകയാണ്, അവൾക്ക് ദന്തിൻ്റെ സൂക്കേടാണ്, അവളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരാത്തതിൻ്റെ ദേഷ്യമാണ്. അതന്നെയാണ് അവൾക്ക് ആ ഒരു ദേഷ്യമാണ്, അതിനാണ് അവൾ ഈ പ്രതികാരം ചെയ്യുന്നത്, ഇതാണെന്നൊക്കെ നിന്ന് പറയുക. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഈ കല്യാണം തന്നെ നടത്തിയത് തന്നെ അബദ്ധമാണ് പറയും. അപ്പോൾ ജാനകി പറയും, നിങ്ങൾക്കൊന്ന് പോയി അന്വേഷിച്ചൂടെ. എന്തിനാ അന്വേഷിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നില്ലെങ്കിൽ അനന്തപുരിക്കാരെ ബന്ധുക്കാരല്ലേ, അതാണ് ഏറ്റവും വലിയ നാണക്കേട് എന്നിങ്ങനെ പറയും. അപ്പോൾ അവിടുന്ന് പിന്നെ എന്താണ് നയനേനെ കുറ്റം പറയാണ്. നയനേനെ കുറ്റം പറയുമ്പോൾ പിന്നെ ദേവയാനി കേട്ടുകൊണ്ടിരിക്കും. ദേവയാനി ചെന്നിട്ട് വഴക്ക് പറയുകയാണ്. അതിൽ പറയും, ഇതാ അനാമിക ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ചെയ്യുന്ന തെറ്റിനൊക്കെ എൻ്റെ മരുമകളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി നല്ലോണം തിരിച്ചടിക്കണം. അപ്പോൾ അനാമികയ്ക്ക് അതൊരു ഷോക്കാണ്. അപ്പോൾ പറയും, അവിടെ അയൽവക്കക്കാരൊക്കെ കണ്ടു അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചും കൊണ്ട് പോകണത്, അവൾ മനഃപൂർവ്വം ചെയ്തതാണ്, അവരൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞത് എന്നറിയും. തെറ്റ് ചെയ്താൽ അതിന് ഒരു എന്തായാലും ശിക്ഷിക്കപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും പറയരുത്, ഇത് നിങ്ങളെല്ലാവരും കൂടെ കണ്ടോളുണ്ട്, ഞാനിനി ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പെടുന്ന അങ്ങനെ ചാടിത്തുള്ളി കയറി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ജാനകി പറയണം, ആ കൊച്ചിവിടെ വന്ന കാലം തൊട്ടിട്ട് അതിനൊരു സമാധാനം ഉണ്ടായിട്ടില്ല, പിന്നെ ഒരു സ്വൈര്യം ആരും കൊടുത്തിട്ടില്ല അതിന്. ഇങ്ങനെ ജാനകി പറയുമ്പോൾ അജയൻ പറയും, മാന്യ മര്യാദയ്ക്കൊക്കെ ജീവിക്കുകയാണെങ്കിൽ എല്ലാ സ്വൈര്യവും ഉണ്ടാവും, ഇതൊക്കെ അവനാ ഉണ്ടാക്കി വെക്കുന്ന തെറ്റുകളല്ലേ, അതുകൊണ്ട് അപ്പോൾ അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, അതുകൊണ്ട് എന്നെ നീ ഇതിലേക്ക് വലിച്ചിരിക്കാൻ നിൽക്കല്ലേ, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജാനകിനോട് അജയൻ ദേഷ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താണ് അനിയുടെ കൂട്ടുകാരായിട്ട് ചർച്ചയിലാണ്. അപ്പോൾ പറയുക, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എടാ നിന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ് എടാ, അതുകൊണ്ടല്ലേ നിൻ്റെ കല്യാണത്തിനന്ന് അവൾ ആത്മഹത്യ ചെയ്യാൻ പോയത്. അവൾക്ക് ഇപ്പോൾ കുറച്ച് അനി പറയുന്നതാണ്, അവൾ പെസായപ്പോൾ അവൾക്ക് കുറച്ചൊരു തലക്കനൊക്കെ കൂടിയിട്ടുണ്ട് അറിയും. അപ്പോൾ അത് ആ യൂണിഫോമിൻ്റെ പവറാണ് അറിയും. അവൾ പക്ഷേ കോളേജ് പഠിക്കുമ്പോൾ അവൾ എന്തൊരിതായിരുന്നു എന്നറിയോ, എത്ര പയ്യന്മാർ അവളെ പിന്നാലെ നടന്നിട്ടുണ്ട്, പക്ഷെ ആരെ മുന്നിലും അവൾ തല കൊഞ്ചില്ല കേട്ടോ, നിൻ്റെ മുന്നിൽ മാത്രമാണ് അവൾ അടിയറവ് പറഞ്ഞത്. ഞങ്ങൾ എത്ര പിള്ളേരുണ്ടായിരുന്നു അവളെ സ്നേഹിക്കാൻ, ഒരു മനുഷ്യനെ അവൾ പിടികൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കാര്യം സത്യമാടാ, നിന്നെ അവൾക്ക് ഇഷ്ടമാണ്, പക്ഷെ നീ ഇനിയിപ്പോൾ അവളെ എവിടെ മാറിപ്പോവാണെങ്കിൽ നീ പറകെ വിട്ടുള്ളൂ, കാരണം അവളെ നഷ്ടപ്പെടുത്തേണ്ട അറിയാം. എന്തായാലും ഇന്നോ നാളെ അനാമിക നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോവും. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി അവളെ നിനക്ക് കല്യാണം കഴിച്ച് തരണം, അങ്ങോട്ട് നീ പിടവിട്ടാണ്ട് അവളെ പിന്നാലെ നടന്നു, അവളെ പലതും പറയും, ഇവന്മാരിങ്ങനെ മൂട്ടിക്കൊടുക്കാണ് അനിക്ക്. അങ്ങനെ അനി ഇങ്ങനെ ആകെ ഹരത്തിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അനാമിക ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുള്ള സന്തോഷത്തിലാണ് അനി. കട്ട സപ്പോർട്ടായിട്ട് കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പോകുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്റ്റോറി മീഡിയ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ലൈക്കൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ അതുപോലെ കഥയാണ്, കുറേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും, കുറേ അതുപോലെ നമ്മൾ സീരിയൽ കാണുന്ന പോലെയുള്ള ഡയലോഗൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ രീതിക്ക് അനുസരിച്ചാണ് പറയേണ്ടത്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോട്ടെ നിർത്തുന്നു. താങ്ക് യു.